അൽഹംദുലില്ലാഹ്. ഇത് 36 വർഷം ഒരാള് സുഖമില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ 36 വർഷം അത്രയും നമുക്ക് ലാഭമാണ്. കാരണം സാധാരണമായി ചെലവഴിക്കേണ്ട സമയം ചെലവഴിക്കേണ്ട, സാധാരണമായി ചെയ്യേണ്ട എല്ലാ യാത്രയും ചെയ്യേണ്ട, സാധാരണമായി വിഷമിക്കേണ്ട മറ്റു വിഷമങ്ങളൊന്നും വിഷമിക്കേണ്ട. പിന്നെ മലക്കുകൾ ഇവർക്ക് എത്ര വയസ്സായി? അപ്പൊ ആ കാലം മുതൽ 36 വർഷമായി ഇവർക്ക് എല്ലാ ദിവസവും 70,000 മലക്കുകളുടെ 70,000 കാരണം പകലും രാത്രി ഉണ്ടല്ലോ. അപ്പോ 1,40,000 34,000 1,34,000 അതിലപ്പുറം അല്ല. 70 എത്രയാ? 1,40,000 മലക്കുകൾ എല്ലാ ദിവസവും ഇവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യും. അപ്പൊ ആ 6 കൊല്ലം മുമ്പ് മരിച്ചു പോയ ഉമ്മ, അപ്പൊ 30 കൊല്ലം ആ ഉമ്മാക്ക് അങ്ങനെ. ഇതൊക്കെ അസുഖമില്ലെങ്കിൽ കിട്ടൂല. പിന്നെ എല്ലാ ദിക്റും ചെയ്യാം, എല്ലാ ദുആയും ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്യാം. പിന്നെ ഈ യാത്രകൾ, മസ്ജിദിലേക്കുള്ള യാത്ര, അങ്ങാടിയിലേക്കുള്ള യാത്ര, അതെല്ലാം വേദനകള്, കാലിൻ്റെത്, മുറിവുകള്, അങ്ങനെ അതിൻ്റെ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായോ അതെല്ലാം ഇല്ല ഉജിർത്ത അലൈഹ കൂലിയ. പക്ഷേ നമ്മളെ സാധാരണ പലരും കുറുകുറുത്തും മുറുമുറുത്തും ഭണ്ഡാരം, ആ ടവറിനെ കുറ്റം പറഞ്ഞു, വീണ ടവറിനെ കുറ്റം പറഞ്ഞ്, പണിക്ക് നിർത്തിയ ആളെ കുറ്റം പറഞ്ഞ്, വഴി പറഞ്ഞ്, അങ്ങനെയൊക്കെ കുറെ കാലം രോഗിയെ ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ ചില ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മതി, ആർക്കും ഈ ഗതി വരരുത്, അങ്ങനെ എന്നൊക്കെ. അത് എന്താ സ്ഥിതി? അൽഹംദുലില്ലാഹ്. ഒന്നും പറയണ്ട എന്നാ അൽഹംദുലില്ലാഹ്. ഒരു വീട്ടിൽ ചെന്ന് അപ്പൊ ഒരു ചെറിയൊരു ഊരവേദന ഉണ്ട്, എന്താ വർത്താനാവും? ഒന്നും പറയണ്ട. അടുത്തൊരു വീട്ടിൽ ചെന്നു, അവരെ അസ്ത്രീന്റെ മുല ചെത്തിയിട്ടുണ്ട്. അപ്പം എന്താ വർത്താനം? അൽഹംദുലില്ലാഹ്. ഇറങ്ങാൻ നേരത്ത് 2 ആഭരണം എടുത്തിട്ടത്, ചെറിയ ആഭരണം, നജാത്തിലേക്കുള്ളതെന്ന് പറഞ്ഞു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മളെങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഈ കാല് സ്വർഗത്തിലാണ്, ഈ ശരീരം സ്വർഗത്തിലാണ് എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിന് ഇവർക്കൊക്കെ ഉള്ള പ്രതിഫലം വന്ന എല്ലാ രോഗികൾക്കും ആ രോഗ ശുശ്രൂഷ ആയത്തോതുമ്പോ മലക്കുകൾ വരികയാണ്. അപ്പോ ഒരു 3 മാസം ആശുപത്രിയിലും വീട്ടിലേക്ക് കടന്നിരുന്നു. അന്ന് 16 പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചു. കുറെ കല്യാണങ്ങൾ നടത്തി. എല്ലാ ദിവസവും വരുന്ന ആൾക്കാർ അവിടെ ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സദസ്സ് എപ്പോഴും സംഘടിപ്പിക്കപ്പെടും. ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. ഇവിടെ കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ് എടുത്തു. ആദ്യം അവർക്കെല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കണം. ഈ മക്കന തുന്നാത്ത ആൾക്കാർക്ക് സേഫ്റ്റി പിൻ, അങ്ങനെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് സേഫ്റ്റി പിൻ, സുരക്ഷിതത്വത്തിന്റെ പിന്നെ, അത് സാധാരണ ഉപയോഗിക്കുന്ന വേറെ പല കാര്യങ്ങൾക്കാണെങ്കിലും. അപ്പം കയ്യിലുണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞു പോയി. അത്രയും മക്കനല്ലാത്തവരുണ്ടായിരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരെല്ലാവരും മക്കനിട്ട്. അപ്പൊ ആള് കൂടുമ്പോ ഒരു സന്ദേശം ഇവിടെ വരുമ്പോ ഒരു സംസാരം, ഒരായത്ത് ഹദീസ്, അപ്പൊ മലക്കുകൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരും ഇവിടെ. അതൊക്കെ കിട്ടിയത് ഈ അസുഖം കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടാവും. ആ സഹായിച്ച ആൾക്കാർക്കൊക്കെ അതിനെ സഹായിക്കാൻ സാധിച്ചു. നമുക്ക് അത് തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഈ ആഗ്രഹം ഈ കുട്ടികൾക്കൊക്കെ അറിയാം. അവർക്കറിയാം എന്താണ് വിഷമം എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അവരത് തിരിച്ചു കൊടുക്കും. ഇഹലോകത്ത് വെച്ച് തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇത് പറഞ്ഞറിയിക്കാനാവാത്തത്രയും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ട മനോഹരമായ ഒരു കാഴ്ച, എല്ലാ തരം സെലഫി കലണ്ടറുകളും ഉണ്ട് എന്നതാണ്. 5 വിധം കലണ്ടറുകൾ. അപ്പൊ അതൊരു നമ്മുടെ ഒരു മനസ്സാണ്. അത് വെറും ഒരു കലണ്ടർ അല്ല. വെറുതെ കിട്ടിയപ്പോ ആണ് വെച്ചത് മാത്രമല്ല, പിന്നെയോ അത് നമ്മുടെ ഒരു മനസ്സാണ്. ഈ മനസ്സ് കേരളത്തിലെ 3 കോടി മനുഷ്യന്മാരിൽ കുറെ മനുഷ്യന്മാർക്ക് ഉണ്ടായാൽ മനുഷ്യരെല്ലാവരും ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളാണ്
ആരാണെന്നും പെണ്ണെന്നുമാണ് പടച്ചത്. ജഅൽനാക്കും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങൾ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ് ഏറ്റവും മാന്യൻ എന്ന സന്ദേശം. അതുപോലെ ഈ സലഫി കലണ്ടറുകൾ, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ ഉബ്ദു റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ ആരാധിക്കും, ആ സന്ദേശം. പിന്നെ ഹദീ ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങളെ സമുദായം ഒറ്റ സമുദായമാണ്. ഈ സംഘടനകളൊക്കെ കൂടിയാലോചിച്ചിട്ട് ഇങ്ങനൊരു റൂം സെറ്റപ്പ് ആക്കിയാൽ എല്ലാ വീട്ടിലും ഇങ്ങനെ കുറെ കലണ്ടറുകൾ തൂക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ ഒരു ചെറിയ മനംമാറ്റം ഉള്ളു അല്ല. അപ്പൊ ആ മാറ്റത്തിലൂടെ ഒന്ന് അലിവ് വന്ന് ഒരു മാനസാന്തരം വന്ന് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാകും. അപ്പൊ കലണ്ടർ നോക്കും, ഒരു മസ്ജിദിൽ ചെന്നാൽ ഏത് കക്ഷിയുടെ കലണ്ടറാണ്. അപ്പോ പല പള്ളികളിലും പല മസ്ജിദുകളിലും പല പരിപാടികളിലും പല സ്റ്റേജുകളിലും പങ്കെടുക്കുമ്പോൾ അതിന്റെ ഗുണദോഷങ്ങളെല്ലാം അറിയാറുണ്ട്. അപ്പൊ ആദ്യം നോക്കും, നമ്മളെ പിന്നെ പ്രളയം വന്ന കാലത്ത് ഒരു 2 ദിവസം ഒരു മസ്ജിദിൽ പെട്ടു. ആ മസ്ജിദിൽ പെട്ടു എന്നുള്ള മസ്ജിദിലെ താമസിച്ചു. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു കലണ്ടറും ഇല്ല, നജാത്തിന്റെ കലണ്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒരു സന്ദേശമാണത്. അതില്ല ഇതില്ല നജാത്തിന്റെ കലണ്ടർ മാത്രം. അപ്പൊ അങ്ങനത്തെ മസ്ജിദുകളുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഐക്യത്തിന്റെ അല്ലെങ്കിൽ സഹകരണത്തിന്റെ ഈ കലണ്ടർ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. അതേമാതിരി മനുഷ്യന്മാർക്കും അടുത്തടുത്ത് നിൽക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മൾ അനുഭവിച്ച വേദന, വീഴുമ്പോഴുണ്ടാകണ ബോധക്ഷയം, അതിനുശേഷം ഉണ്ടാകണ വേദനകൾ, സർജറികൾ, 3 റമളാനുകൾ തന്നെ നിങ്ങൾ ആശുപത്രിയിലായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കരമായ ഒരു സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസ്ഥയായി ഇന്ന് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ അവിടെ ഇൻഷാ അല്ലാഹ് പരലോകത്ത് ഇതൊക്കെ വലിയ മുതലായിരിക്കും. അതുകൊണ്ട് വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന, രോഗം വന്ന, വീണുപോയ, നട്ടെല്ല് പൊട്ടിയ ആളുകൾക്ക് നമ്മൾ ഈ സന്ദേശം കൊടുക്കണം. അതാ എന്താ അയ്യൂബ് നബി പറഞ്ഞത് അലൈഹിസ്സലാം, അന്നീ മസ്സനിയദ്ദുർറു, ഒരു വിഷമുണ്ട് കേട്ടോ, എന്നെ ഒരു വിഷമം ബാധിച്ചിട്ടുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീൻ ആണല്ലോ. അത്രേ പറഞ്ഞുള്ളൂ. എന്താ റബ്ബേ, ഞാൻ നിന്റെ നബിയല്ലേ, എന്നിട്ട് എനിക്കിങ്ങനെ തന്നല്ലോ എന്നല്ല പറഞ്ഞു. അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അത്രയും ഉയർന്ന നിലവാരത്തിലാണ് അവരൊക്കെ കഴിഞ്ഞത്. അപ്പോ ലാ തുസുബ്ബിൽ ഹുമ്മ, പനിയെ കുറ്റം പറയരുത്. ഇന്നഹാ തുദ്ഹിബുൽ ഖഫായ, അത് പാപങ്ങളെ മായ്ച്ചു കളയും. കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദി, ഇരുമ്പിന്റെ കറ കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ ചുട്ട് പഴുപ്പിച്ച് പതപ്പിച്ച് അടിച്ച് ഇടിച്ച് ശരിയാക്കുന്ന പോലെ. അതാണ് ഈ വേദന. നല്ല പനിക്ക് നല്ല വേദന ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പാപങ്ങൾ അങ്ങനെ പൊഴുകിപ്പോവും. അതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയാൽ അത് സന്തോഷമായി കൈമാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്നു. രോഗികളായി ഈ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും എല്ലാം ഉള്ളവർക്ക് അള്ളാഹു ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. അപ്പോ എല്ലാ സുന്നത്ത് നോമ്പും നോൽക്കാൻ സാധിക്കും. ചിലപ്പോ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, തിങ്കളാഴ്ച നോമ്പിന്റെ ദിവസം, വ്യാഴാഴ്ച ആ നോമ്പൊക്കെ നോൽക്കാൻ സാധിക്കും ചില രോഗികൾക്ക്. എന്ത് ചെയ്താൽ മതി? ഡോക്ടറോട് പറയാം, ഞാൻ ഉച്ചക്കുന്ന് കുറച്ച് ദിവസം മരുന്ന് കഴിക്കുന്നില്ല കേട്ടോ, അത് അങ്ങോട്ട് പറയാം. അപ്പൊ അതിനുള്ള സൗകര്യ സംവിധാനം ഉണ്ടാക്കും. കാരണം ഇത് എഴുതിച്ച ആൾക്കാർക്ക് അത് ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള സ്ഥിതികൾ ഉണ്ടാകും. ചില ആൾക്കാർക്ക് അത് കഴിയില്ല, മരുന്ന് കഴിച്ചേ വെക്കൂ, അപ്പൊ കൂലി കിട്ടും. പക്ഷെ എന്ത് വേണം? ആയ സമയത്ത് ചെറിയ കുട്ടികൾക്ക് അടക്കം നോമ്പ് നോൽക്കണം. അപ്പൊ 36 കൊല്ലത്തിന്റെ അപ്പുറത്ത് നമ്മൾ സുന്നത്ത് നോമ്പൊക്കെ നോൽക്കാൻ നമുക്ക് സന്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ സുന്നത്ത് നോമ്പ് എടുത്ത കൂലി കിട്ടുക, എല്ലാ നോമ്പും എടുത്ത കൂലി കിട്ടുക. ജമാഅത്തിന് എല്ലാ കാലത്തും പോയിട്ടുണ്ട്, അപ്പൊ ഇപ്പോഴും പോയ കൂലി കിട്ടുക. അതിന് പുറമെ ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് ഇവിടെ ചെറിയൊരു മുസല്ല ഉണ്ടാക്കാൻ ഒരു തീരുമാനം ആയിരിക്കുകയാണ് മനസ്സുകൊണ്ട്, അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് നടപ്പായി കഴിഞ്ഞാൽ ഈ കൊച്ചുകുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇവിടെ വെച്ച് വന്ന് നിസ്കരിക്കാം. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു ഭൂമിയിലെ അള്ളാഹുവിന്റെ ഭവനമായി മാറുകയാണ്. അള്ളാഹു അക്ബർ. കുറച്ച് കഴിഞ്ഞാല് അപ്പൊ അവിടേക്ക് ആളുകൾ വരും. അപ്പൊ ഇനി നിങ്ങൾ നിസ്കാരക്രമം ജീവിതക്രമമാകും. നിസ്കാരക്രമമാകും. എന്താ, ആരെയും വരുന്നുണ്ട് അറിയുമ്പോൾ ഞങ്ങൾ ആ 12 എത്തിക്കൊള്ളി എന്ന് പറയാം. അതെന്താ? ഒന്നുമില്ല, വന്നിട്ട് പറയാം നിസ്കരിക്കാൻ. അപ്പൊ 5 ആളായി. അപ്പൊ അസർ